കുംഭമേളയിൽ വൈറൽ താരമായ മൊണാലിസ കേരളത്തിലോട്ട് വന്ന് വിവാഹം കഴിച്ചിരിക്കുകയാണ്. ബോയ്ഫ്രണ്ട് ഒരു മുസ്ലിമാണ്. അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കാൻ പേടിയായതുകൊണ്ടാണ്, കേരളമാണ് സേഫ് എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവിടെ വന്ന് വിവാഹം കഴിച്ചിരിക്കുന്നത്. നമ്മൾ കേരളക്കര ഏറ്റെടുത്ത ഒരു വിവാഹമാണ്. ഇപ്പോൾ വാർത്തയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ്. ശരിയാണ്, നോർത്തിലൊക്കെ ചില ഏരിയകളിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജാതി മാറി കല്യാണം കഴിച്ചതിന് തന്നെ അടിച്ചു കൊല്ലുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടാണ്, ഒരു മരത്തിലൊരു പെണ്ണിനെയും ചെക്കനെയും 10-15 വയസ്സിൽ താഴെ പ്രായമുള്ള അവരെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ചെരുപ്പുമാല അണിയിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ ചേർന്നിട്ട് അടിക്കണം. അടിച്ചടിച്ചടിച്ച് കൊല്ലുകയാണ് അവരെ. വളരെ കഷ്ടം തോന്നും. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഏരിയകളുണ്ട്. എല്ലാവിടെയും അല്ല. അപ്പം നോർത്തിൽ തന്നെ നമ്മുടെ ഷാരൂഖ് ഖാനും മുസ്ലിമാണ്, ഷാരൂഖ് ഖാൻ്റെ ഭാര്യ ഹിന്ദുവാണ്. അങ്ങനെയുള്ള നല്ല ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളെ എടുത്തു നോക്കുമ്പോൾ കേരളം കുറേയൊക്കെ ഭേദമാണ്. ഈ പറയുന്ന ജാതിവെറിയും മതവെറി വർഗീയതയൊക്കെ കുറഞ്ഞ ആളുകളാണ്. അത് സത്യമാണ്. പിന്നെ ഈ വിവാദത്തിൻ്റെ ഇടയിൽ ഒരു സംഭവം നടക്കുന്നത്, മൊണാലിസയ്ക്ക് വയസ്സ് 17 ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം കുംഭമേളയുടെ സമയത്ത് 16 വയസ്സായിരുന്നു 2025. പക്ഷേ ബോയ് ഫ്രണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് മൊണാലിസയ്ക്ക് പ്രായം 18 കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചിലർ പറയുന്നത് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ട്രെൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഇതുപോലെ ജാതി മാറി മതം മാറിയൊക്കെ പ്രേമിക്കുന്ന ആൾക്കാർ, നോർത്തിലുള്ളവരൊക്കെ അവിടെ ജീവിക്കാൻ പേടിച്ചിട്ട് കേരളത്തിലോട്ട് വണ്ടി കയറി വന്നിട്ട് ഞങ്ങളുടെയും കല്യാണം നടത്തി തരണേ സാറേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കുമെന്ന് അറിയില്ല. എന്നാലും നമ്മുടെ ബോച്ചയോട് പോയി, ബോച്ചയോട് പറഞ്ഞാൽ മതിയായിരുന്നു. ബോച്ചയാണ് മൊണാലിസിന് ഫസ്റ്റ് ഇവിടെ കൊണ്ടുവന്നത് കേരളത്തിൽ.